പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ മാനനഷ്ട കേസ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊലക്കേസിൽ പ്രതിയാണെന്ന പരാമർശത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയാണ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ മാസം കേസ് പരിഗണിച്ചപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ട് കോടതിയിൽ ഹാജരായിരുന്നു. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നായിരുന്നു രാഹുലിന്റെ വാദം. ഇന്ന് പരാതിക്കാരുടെ വാദമാകും കോടതി കേൾക്കുക. BJP അധ്യക്ഷനായിരുന്ന അമിത്ഷാക്കെതിരെ നടത്തിയ കൊലയാളി പരാമർശം അപകീർത്തികരമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് BJP നേതാവ് വിജയ് മിശ്ര രാഹുലിനെതിരെ പരാതി നൽകിയത്. കേസിൽ രാഹുലിന് സുൽത്താൻപൂർ കോടതി നേരത്തെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. പ്രസംഗത്തിൽ അമിത്ഷാ കൊലയാളിയാണെന്ന പരാമർശം രാഹുൽ ഉന്നയിച്ചതിനെതിരെ ജാർഖണ്ഡ് അടക്കം പല ഭാഗങ്ങളിൽ കേസ് നടക്കുന്നുണ്ട്. 2018 കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിനിടെയുള്ള വാർത്താ സമ്മേളനത്തിൽ BJP അധ്യക്ഷനായിരുന്ന അമിത്ഷായെ കൊലക്കേസിലെ പ്രതിയെന്ന് രാഹുൽ വിശേഷിപ്പിച്ചത് അപകീർത്തികരമെന്നതായിരുന്നു വിജയ് മിശ്രയുടെ പരാതി. 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് രാഹുൽ ചെയ്തതെന്നാണ് വാദിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനിടയിൽ തന്നെ മറ്റൊരു തലവേദന കൂടി രാഹുലിനെ തേടി എത്തിയിരിക്കുകയാണ്. നാഷണൽ ഹെറാൾഡ് കേസിൽ തുടർ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് ED ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി EDയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ആലോചിക്കുന്നത്. എന്നാൽ സോണിയാഗാന്ധിയെ വീണ്ടും ചോദ്യം ചെയ്യുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. രാഹുൽ ഗാന്ധിക്ക് പുറമെ കേസുമായി ബന്ധപ്പെട്ട മറ്റു ചിലരെ ഒരു വട്ടം കൂടി ചോദ്യം ചെയ്യാൻ ED ആലോചിക്കുന്നുമുണ്ട്. കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചാൽ വിചാരണ നടപടികളിലേക്ക് കടക്കും. കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ സോണിയാഗാന്ധിയെ 3 ദിവസവും രാഹുൽ ഗാന്ധിയെ 5 ദിവസവും നേരത്തെ ED ചോദ്യം ചെയ്തിരുന്നു. അസോസിയേറ്റഡ് ജേർണലിസ്റ്റിന്റെ കൈവശമുണ്ടായിരുന്ന ഓഹരികൾ എങ്ങനെയാണ് ഗാന്ധി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കൈവശമെത്തിയത് എന്നതായിരുന്നു ഇരുവരോടും അന്വേഷണ ഏജൻസി ചോദിച്ച പ്രധാന ചോദ്യം. യങ് ഇന്ത്യ കമ്പനിയിലെ 76% ഓഹരികളുടെ ഉടമകൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ്. അസോസിയേറ്റഡ് ജേർണൽസ് യങ് ഇന്ത്യ ഇടപാടിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് ED നിലപാട്. യങ് ഇന്ത്യ ലിമിറ്റഡ്, അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള 751.9 കോടിയുടെ സ്വത്തുക്കൾ ED ഇതിനോടകം കണ്ടുകെട്ടിയിട്ടുണ്ട്. ബജറ്റ് സമ്മേളന കാലഘട്ടത്തിൽ പാർലമെന്റിൽ നടത്തിയ ചക്രവ്യൂഹ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ED തനിക്കെതിരെ റെയ്ഡ് നടത്താൻ പദ്ധതിയിടുന്നതായി രാഹുൽ ഗാന്ധി കഴിഞ്ഞയാഴ്ച ആരോപിച്ചിരുന്നു. ചായയും ബിസ്ക്കറ്റും തയ്യാറാക്കി അവരെ കാത്തിരിക്കുകയാണെന്നാണ് അന്ന് അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്.